ഇപ്പോൾ ഈ പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രധാന വാദങ്ങൾ എന്താണ്? പാരക്കീറ്റ് എന്ന് പറയുന്ന വിഷം ഏത് രീതിയിൽ ശരീരത്തെ ഇല്ലാതാക്കും എന്ന് ഗ്രീഷ്മ സെർച്ച് ചെയ്തത് സ്വന്തം ആവശ്യത്തിനാണ്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആയിരുന്നല്ലോ പ്രധാന വാദം. കോടതി കൃത്യമായി പറയുകയാണ്, ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ വ്യാജ ആത്മഹത്യാ ശ്രമമാണ്. ലൈസോൾ കുടിച്ചാൽ ആത്മഹത്യ മരിച്ചു പോകില്ല എന്ന് പ്രതി കൃത്യമായി അറിയാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രതിഭാഗം ആദ്യഘട്ടം മുതൽ മുന്നോട്ട് വെച്ച ഓരോരോ വാദങ്ങളെ തൊലിയുരിച്ച് കളയുകയായിരുന്നു കോടതി വിധിന്യായത്തിൽ. ഷഫീദ്, അശ്മി, അക്ഷരാർത്ഥത്തിൽ ചിറകരിഞ്ഞു. അതല്ലെങ്കിൽ പ്രതിഭാഗത്തിന് വലിയ ആത്മവിശ്വാസമുള്ള പാർട്ടികളെ കോടതി വാ അടപ്പിച്ച് നിർത്തി. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇളവ് അത് ഉന്നത കോടതിയിൽ പോയി പ്രതിക്ക് നേടിയെടുക്കാം. പക്ഷേ താഴെ കോടതിയിൽ അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ പ്രോഗ്രസീവായ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ എന്നുള്ള ചർച്ച ഒരു പക്ഷേ ഈ വിധിയോടുകൂടി വീണ്ടും ഉയരും. ഇനി അശ്മി സൂചിപ്പിച്ച ആത്മഹത്യാ പ്രവണതാവാദം എല്ലാ ഘട്ടത്തിലും ഒരേ രീതിയിൽ പ്രതിഭാഗം ഉയർത്തിയതായിരുന്നു. ഗ്രീഷ്മയുടെ ആത്മഹത്യാ പ്രവണത, പാരസെറ്റാമോളിനെ കുറിച്ച് വെബ് സെർച്ച് നടത്തിയത് പനിക്കാണെങ്കിൽ പാരക്കുറ്റിനെ കുറിച്ച് വെബ് സെർച്ച് നടത്തിയത് അത് ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. വീട്ടിലേക്ക് എത്തിയ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി, ഷാരൂൺ വീട്ടിലേക്ക് എത്തുമ്പോൾ കഷായത്തിൽ ഗ്രീഷ്മ വിഷം കലർത്തി വെച്ചത് അത് ഗ്രീഷ്മയ്ക്ക് കുടിച്ച് ആത്മഹത്യ ചെയ്യാനായിരുന്നു എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദം കൂടി ഈ ഘട്ടത്തിൽ തള്ളുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലിരിക്കുകയാണ് ഗ്രീഷ്മ ചില ആത്മഹത്യാ ശ്രമം നടത്തിയത്. ആ ആത്മഹത്യാ ശ്രമം വ്യാജമാണെന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് കോടതി. കാരണം ഈ ലൈസോൾ കുടിച്ചാൽ, അതായത് സ്റ്റേഷനിലെ ബാത്റൂമിൽ വെച്ച് ലൈസോൾ കുടിച്ചായിരുന്നു ആത്മഹത്യയ്ക്ക് ഗ്രീഷ്മ ശ്രമിച്ചത്. ആ ലൈസോൾ കുടിച്ചാൽ മരിക്കില്ല എന്നുള്ള കാര്യം ഗ്രീഷ്മയ്ക്ക് ഉറപ്പായിരുന്നുവെന്നും കോടതി പറയുമ്പോൾ ആത്മഹത്യാ പ്രവണത എന്നുള്ള വാദം പൂർണ്ണ അർത്ഥത്തിൽ കോടതി തള്ളിക്കളയുകയായിരുന്നു. നമുക്ക് മറ്റേതെങ്കിലും അടുത്ത സമീപകാല ഒരു വിധി പ്രസ്താവത്തിൽ അത്തരത്തിൽ പ്രണയവും സ്നേഹവും ഒക്കെ വിഷയമാകുന്ന വിധി പ്രസ്താവം ഉണ്ടോ എന്ന് അറിയില്ല ഷെഫീദ്. പക്ഷേ കോടതി ഷാരോണിന്റെ ആ പ്രണയത്തിന്റെ പവിത്രതയെ 100% കാണുന്നു, മുഖവിലക്കെടുക്കുന്നു. അതിന് കാരണം കോടതി പറയുകയാണ്, മരിക്കുമെന്ന് ഉറപ്പുള്ളപ്പോൾ പോലും മരണക്കിടക്കയിൽ പോലും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടരുത് എന്ന് ഷാരോൺ ആഗ്രഹിച്ചു. അതിന് കാരണം ആ സ്നേഹം, താൻ മരിക്കാൻ പോകുന്നത് ഗ്രീഷ്മയുടെ കൈകൊണ്ടാണ് എന്ന് നന്നായി അറിയാവുമ്പോൾ പോലും ആ സ്നേഹത്തിന് വിലവെച്ചു ഷാരോൺ. മരണക്കിടക്കയിലും താൻ ഈ വേദന അനുഭവിക്കുന്നത് ഈ ഷാരോൺ കലക്കി തന്ന വിഷം കുടിച്ചിട്ടാണ് നന്നായി അറിയാവുമ്പോൾ പോലും ഈ പറയുന്ന പ്രണയപൂർവ്വം വിളിച്ചിരുന്ന വാവേ എന്ന വാക്ക് തന്നെ പിന്നെയും അഭിസംബോധനയ്ക്ക് ഉപയോഗിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു യുവാവിൻ്റെ ഒരു ചെറുപ്പക്കാരൻ്റെ പ്രണയത്തിൻ്റെ വിലയെ കൂടി മുഖവിലക്കെടുക്കുന്നു കോടതി എന്ന് പറയുന്നത് വിധി പ്രസ്താവത്തിൽ ചെറിയ കാര്യമല്ല ഷഫീദ്. അശ്മി, ഉറപ്പായിട്ടും പ്രണയത്തെ, സ്നേഹബന്ധത്തെ, സമൂഹം അതിനെ എടുക്കേണ്ട രീതികളെ ഒക്കെ പ്രോഗ്രസീവായി തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ജില്ലാ സെഷൻസ് കോടതി, അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇക്കാര്യത്തിൽ മുഖവിലക്കെടുത്തു. പ്രത്യേകിച്ച് ഷാരോൺ കൊലപാതക കേസിൽ മുഖവിലക്കെടുത്തു എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ കേസ് എന്തായിരുന്നു ഹഷ്മി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റൊരാളുമായുള്ള വിവാഹബന്ധം ഉറപ്പിച്ച ശേഷം കാമുകനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ കേസ്. ഈ കേസിന്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റും വാദപ്രതിവാദങ്ങളിലേക്കും ഒക്കെ കടന്നപ്പോൾ ഈ യുവാവിന്റെ, ഈ ചെറുപ്പക്കാരന്റെ സ്നേഹത്തിന് ബന്ധമില്ലേ, ടോക്സിസിറ്റിയെ അടക്കമുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ അത് വിചാരണാ ഘട്ടത്തിലൊക്കെ നടന്നതാണ്. മാത്രവുമല്ല, ശിക്ഷാവിധിയിലും കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ആ ചർച്ചകളൊക്കെ നടന്നതാണ്. പക്ഷേ കോടതിയുടെ മുൻപിൽ കോടതി ഇന്ന് വൈകാരികമായി അവതരിപ്പിച്ചൊരു വാദമുണ്ട്.